വിമാനങ്ങളുടെ കഥ, പറക്കൽ യന്ത്രങ്ങളുടെ ചരിത്രവും ശാസ്ത്രവും എന്ന് പറയുന്ന പുസ്തകം 2007 താങ്കൾ എഴുതുന്നുണ്ട്. മലയാളത്തിൽ ഒരുപക്ഷെ അങ്ങനത്തെ ഒരു വിമാനങ്ങളുടെ ചരിത്രവും ശാസ്ത്രവും ഇത്ര വിശദമായിട്ട് ലളിതമായിട്ടും പറയുന്ന ഒരു പുസ്തകം ആദ്യത്തേതായിരിക്കും. ഞാനിപ്പോൾ ഒരു വിമാനം ഉണ്ടാക്കാൻ തുടങ്ങും. ഒന്നുമില്ല, എൻ്റെ കയ്യിലൊരു ആശയം മാത്രമേ ഉള്ളൂ, എൻ്റെ ഭാവന മാത്രമേ ഉള്ളൂ. ഞാൻ എന്തുകൊണ്ടാണ് ഈ പർട്ടിക്കുലർ ഡിസൈനിന് പോയത്, ഏതൊക്കെ ഞാൻ ഒഴിവാക്കി എന്നുള്ളതിൻ്റെ ഒരു പ്രോസ് ആൻഡ് കോൺസ് സ്റ്റഡി അത് പറയണം. ഒരു പാസഞ്ചർ കമേഴ്സ്യൽ ജെറ്റ് എയർക്രാഫ്റ്റും ഒരു ആർമി ഹെലികോപ്റ്ററും കൂടി കൂട്ടിയിടിച്ചു. അപ്പോൾ അതിലെന്താ പറ്റിയെന്ന് വെച്ചാൽ അതൊരു ട്രാഫിക് കൺട്രോൾ എററാണ്. ഇത് 2 എഞ്ചിനും ഒരേ സമയത്ത് ബേർഡ് ഹീറ്റ് വന്നു കഴിഞ്ഞാൽ സംഭവിച്ചിട്ടുണ്ട്. ഹഡ്സണിലുണ്ട്, അതൊന്നും നോക്കിക്കോളാം. നെറ്റ്ഫ്ലിക്സ് ഞാൻ മൂവി പറഞ്ഞില്ലേ. No one has ever trained for an incident like that. Our job is to investigate how a plane ended up in the Hudson River. On the Hudson. It's not a crash, it was a forced water landing. കാലാവസ്ഥയുടെ ഒരു ക്ലാസിക് ഉദാഹരണം 2-3 കൊല്ലം മുമ്പ് ഊട്ടിയിൽ വെച്ച ജനറൽ റാവത്തിന് അതെന്താ പറ്റുന്നത് വെച്ചാല്, ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ ആ മാസങ്ങളിലെ ഉച്ചയ്ക്ക് ശേഷം പറക്കരുത് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം അവിടെ അപ്രതീക്ഷിതമായിട്ടുള്ള കാറ്റ്, ഡ്രാഫ്റ്റുകളാണ്, കുന്നുകളാണ് അതിൻ്റെ വരും. മനുഷ്യനായിട്ട് ചില ട്രാൻസ്ഗ്രഷൻസ്, ക്രോസിംഗ് ദ ബൗണ്ടറീസ് സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യില്ല. അതും മിഗിന്റെ ഒരു കാരണമാണ്. ഫ്ലൈയിങ് കോഫിൻ എന്നൊക്കെ പറഞ്ഞ ചീത്ത പേര് കേട്ടിട്ടുള്ള എയർക്രാഫ്റ്റ് ആണ്. അതെ, പക്ഷെ അത് മുഴുവൻ അതുകൊണ്ടാണ്. വിമാനം മോശമായിട്ടല്ല, പക്ഷെ വിമാനത്തിന്റെ കഴിവിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല മുഴുവൻ എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. 2024 പ്രത്യേകിച്ച് 24 അവസാനവും 2025 ആദ്യമൊക്കെ ആയിട്ട് ലോകത്ത് തന്നെ ഒരുപാട് വിമാന അപകടങ്ങൾ നടന്നു. അപ്പോൾ US ഒരുപാട് സുരക്ഷ ഉണ്ട് എന്ന് നമ്മൾ ധരിക്കുന്ന രാജ്യങ്ങളിലൊക്കെ അടിക്കടി ഉണ്ടായിട്ടുള്ള ഒരു വിമാനാപകടം ഇതൊരു സുരക്ഷയുടെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ടൈം മാഗസിൻ്റെ ഒരു സ്റ്റോറി തന്നെ ഇത് സേഫ് ആണോ എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒന്നും കൂടിയായിട്ടായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ പൊതുവായിട്ടൊരു കാരണം ഉണ്ടെന്ന് തോന്നുന്നില്ല. പല വ്യത്യസ്ത ഇപ്പോൾ ആ പോട്ടമാക്കിൽ ഒരു അതാണിപ്പോൾ മാനില പറയുന്ന ഒരു സംഗതി. അതെന്താ ഉണ്ടായതെന്ന് വെച്ചാൽ, ഒരു പാസഞ്ചർ കമേഴ്സ്യൽ ജെറ്റ് എയർക്രാഫ്റ്റും ഒരു ആർമി ഹെലികോപ്റ്ററും കൂടി കൂട്ടിയിടിച്ചു. അപ്പോൾ അതിലെന്താ പറ്റിയെന്ന് വെച്ചാൽ അതൊരു ട്രാഫിക് കൺട്രോൾ എററാണ്. സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ലെവൽ കൊടുക്കും. അല്ല, അവർ ലെവൽ എന്ന് പറയും, ആയിരക്കണക്കിന് അടികൾ അത് വിട്ടിട്ടാണ് അതിൻ്റെ മുകളിലാണ് മറ്റു പറക്കാൻ. ഇതിൽ ആരോ ഒരാൾ, അതിപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല, ഏതോ ഒരു പൈലറ്റ് തെറ്റുവരുത്തി, അതല്ലെങ്കിൽ അവരെ കൺട്രോൾ ചെയ്തിരുന്ന ആൾ ഒരേ ലെവൽ 2 പേർക്ക് കൊടുത്തു. മനസ്സിലായി? കാരണം ഈ ആർമി ഹെലികോപ്റ്റർ പറക്കുന്നത് കുറച്ച് സമയത്തായിരിക്കും. അപ്പോൾ അത് അത്ര മറ്റത് കൊടുത്തിട്ടുണ്ട്, ലെവൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഓർക്കാതെ കൊടുക്കുന്നത്. അപ്പോൾ ഹ്യൂമൻ എററാണ് അത് ബേസിക്കലി പറ്റുന്നത്. ഞങ്ങളെ സംബന്ധിച്ചോളം, സാങ്കേതിക വിദഗ്ധരെ സംബന്ധിച്ചോളം, ബോയിങ് 737 മാക്സ് എന്ന് പറഞ്ഞ ഒരു വിമാനം 2018 ഒക്ടോബറിലും 2019 5 മാസത്തിനുള്ളിൽ 2 ആക്സിഡൻ്റ് ഉണ്ടായി. ആദ്യത്തേൽ 181 ആൾക്കാർ മരിച്ചു. അത് ഇന്തോനേഷ്യന് ജാവ സീല്. രണ്ടാമത്തേതിൽ എത്യോപ്യൻ എയർലൈൻസിൽ. അപ്പം എന്താ, അതാണ് ശരിക്കും ഒരു സാങ്കേതിക പിഴവ് കൊണ്ട് പറ്റിയത്. കാരണം പൊതുജനങ്ങൾക്ക് ഒരു കൺസേൺ ഉണ്ടാവേണ്ട ഒരു വിഷയമാണത്. അതെന്താ പറ്റിയെന്ന് വെച്ചാൽ, ബോയിങ്ങും എയർബസും തമ്മിൽ ഒരു ബിസിനസ് മത്സരം എപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ എയർബസ് A320 നിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിമാനം പുറത്തിറക്കി. ഒരു വിമാനം പുറത്തിറക്കണമെങ്കിൽ 10-15 കൊല്ലത്തെ ബാക്ക് റൂം വർക്ക് വേണം. അപ്പോൾ അത് പുറത്തിറക്കിയപ്പോൾ ഇവർക്ക് പെട്ടെന്ന് അതിനെ വെല്ലാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതിൻ്റെ ഈ നിയോൻ്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു വെച്ചാൽ, ഫ്യൂവൽ എക്കോണമി, ഇന്ധനം വളരെ കുറച്ച് മതി. അപ്പോൾ അതുകൊണ്ട് ഇവരൊരു വിമാനം ഉണ്ടാക്കി. അപ്പോൾ ഇവർ ഒരു എക്സിസ്റ്റിംഗ് വിമാനത്തിനെ എടുത്തിട്ട് മോഡിഫൈ ചെയ്തു, അതിൻ്റെ എൻജിൻ മാറ്റി. ഇപ്പോൾ ഇവർക്ക് 737 എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ടായിരുന്നു. അത് ആ 737-800 മാക്സ് എന്ന് പറഞ്ഞിട്ട് കൂട്ടി
ഒരു വലിയ എൻജിനാക്കി, എൻജിൻ്റെ ലൊക്കേഷൻ മാറ്റി. പിന്നെ ഇത് പറക്കുമ്പോൾ ഈ ആപേക്ഷിക എയറുമായിട്ടൊരു ഒരു കോണുണ്ട്, അതിന് ആംഗിൾ ഓഫ് അറ്റാക്ക് എന്ന് പറയും. ഇത് ആംഗിൾ ഓഫ് അറ്റാക്ക് കൂടുന്തോറും അതിൻ്റെ അറ്റത്ത് പോകുമ്പോൾ അത് സ്റ്റോൾ ചെയ്യും. മനസ്സിലായി? അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ടച്ച് ചെയ്യുന്ന സമയത്ത് താഴ്ത്താൻ വേണ്ടിയിട്ട് അവരൊരു പുതിയൊരു സോഫ്റ്റ്വെയർ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൻ്റെ പേര് MCAS എന്നാണ്, മാനുവറിങ് ക്യാരക്ടറിസ്റ്റിക് ഓഗ്മെൻറ്റേഷൻ സിസ്റ്റം. അത് ബോയിങ് ചെയ്താണ്. പക്ഷെ എന്ത് പറ്റിച്ചാൽ ഈ വിൽപ്പനയ്ക്ക് വെക്കുമ്പോൾ പുതിയൊരു സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞാൽ പൈലറ്റ്സ് ട്രെയിനിങ് അനിവാര്യമാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഇവരും മാനുവലിൽ ഇങ്ങനൊരു സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞതേ ഇല്ല. അതൊരു പ്രധാന, അതായത് അതിൽ ഫെഡറൽ ഏവിയേഷൻ ഏജൻസിയുടെ ഒരു നോട്ടക്കുറവുണ്ട്. കാരണം അവരാണിപ്പോൾ അവർ പലതും ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവരത് അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ലായിരുന്നു. അവരോടും ഒരുപക്ഷെ പറഞ്ഞിട്ടില്ലായിരിക്കാം, കൃത്യം നമുക്കറിയില്ല. ബോയിങ്ങിലൊക്കെ പിന്നെ ബിസിനസ് മാഗ്നറ്റ്സ് ഒക്കെ വലിയ ആൾക്കാർ, അവർക്ക് അമേരിക്കയിലെ കാര്യങ്ങൾ അറിയാലോ, പൊളിറ്റീഷ്യൻസിന് അവരാണ് ഡോണേഴ്സ്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അതിൽ ഒരു ഡിസൈൻ പിഴവ്, ഈ ട്രെയിനിങ് കൊടുക്കാത്തത് ഒരു പൊതു പ്രശ്നം. ഈ എയ്റോപ്ലെയിനിൻ്റെ റിലയബിലിറ്റിയുടെ ഒരു പ്രധാന അടിസ്ഥാന ഘടകം എന്താണെന്ന് വെച്ചാൽ റിഡൻഡൻസിയാണ്. റിഡൻഡൻസിക്ക് എന്താ മലയാളം പറയാൻ എനിക്കറിയില്ല. അതായത് ഒരു കാര്യം ചെയ്യാൻ ഒന്നിലധികം ഓപ്ഷനും ഒന്നിലധികം ഭാഗങ്ങളും ഘടകങ്ങൾ ഒന്ന് ഫെയിലിയർ ആയി കഴിഞ്ഞാൽ മറ്റൊന്ന് ചെയ്യാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ പറക്കണ ഈ നമ്മളിപ്പോൾ ദുബായിലേക്കും അമേരിക്കയിലേക്കും ഒക്കെ പറക്കണ വിമാനത്തിന് ഫ്ലൈറ്റ് കൺട്രോൾ നിയന്ത്രണം ഉണ്ടല്ലോ, അതിന് 4 സെപ്പറേറ്റ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. ക്വാഡ്രപ്പിൾ സിസ്റ്റം എന്ന് പറയും. അതുപോലെ അതൊരു, അപ്പോൾ അതായത് 4, ഒന്ന് ഫെയിലായ മറ്റത് ഫെയിലായ മറ്റത്, കുറച്ച് എന്താ പറയുക ഉണ്ടാവും. കുറച്ച് ബുദ്ധിമുട്ടുകളും സമയം കൂടുതലെടുക്കലും ഒക്കെ ഉണ്ടാവും. എങ്കിലും അത് സംഭവം നടക്കും. അതാണ്. പക്ഷേ ഇതിലെന്ത് പറ്റി വെച്ചാൽ ഈ MCASന് വേണ്ട ഇൻപുട്ട്, ആംഗിൾ ഓഫ് അറ്റാക്ക് ഇൻപുട്ട് ഒരു സെൻസറിൽ നിന്നാണ് വന്നത്. അത് ഫെയിലിയറായി എന്ത് ചെയ്യണമെന്നില്ല. അപ്പോൾ അത് ഫെയിലിയറായി. അതെന്തോ വന്ന് ഇടിച്ചിട്ട് ഐസോ എന്തോ വന്ന് ഇടിച്ചാൽ പോയി. അപ്പോൾ തെറ്റായതായി ഇതങ്ങോട്ട് കൂപ്പ് കുത്തി. അതാണ് ആദ്യം ഈ ഇന്തോനേഷ്യൻ ലയൺ 610 മറ്റാണ് അതിന് പേര്, അത് വന്നത്. അത് കഴിഞ്ഞിട്ട് 5 മാസത്തിനുള്ളിൽ, ഒന്ന് ഒക്ടോബറിൽ പിന്നെ ഒന്ന് മാർച്ചിൽ അതേപോലെ പ്രശ്നം ഉണ്ടായി എത്യോപ്യയിൽ. അപ്പോൾ അതിന് ശേഷം ഈ വിമാനം 2 കൊല്ലം ഗ്രൗണ്ട് എന്നാ പറയുക. അന്ന് ട്രംപ് പിന്നെ ഇങ്ങനത്തെ തീരുമാനം, മറ്റവർക്ക് തീരുമാനം എടുക്കാൻ, ബോയിങ്ങിന് എഗൻസ്റ്റ് ആയിട്ട് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ അത് പറക്കാൻ സമ്മതിക്കാതെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഇപ്പോൾ പുതിയ സിസ്റ്റമൊക്കെ കൊണ്ടുവന്നു. അപ്പം ഇതെന്താ പറ്റിയെന്ന് വെച്ചാൽ, നിങ്ങൾ ലാഭത്തിന് വേണ്ടിയിട്ട് മാത്രം, മത്സരത്തിന് വേണ്ടി, അന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാങ്കേതികതയെ ബലി കഴിക്കുമ്പോൾ ഉണ്ടാവുന്നൊരു പ്രശ്നമാണിത്. ഇത് പറയുമല്ലോ, സാങ്കേതികതയ്ക്ക് തിയററ്റിക്കലി തെറ്റുപറ്റില്ല, ഒക്കെ ഹ്യൂമൺ എറേഴ്സ് ആണ് ഇത്തരം അപകടങ്ങൾക്ക് വഴിവെക്കുന്നത്. അങ്ങനെ തന്നെയാണല്ലേ? ഒരു വിധത്തിൽ അങ്ങനെയാണ്. പക്ഷേ ഒരു പരിധി കഴിഞ്ഞാൽ സാങ്കേതികതയും പ്രശ്നമുണ്ട്. ഇപ്പോൾ അതായത് ഒരു ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ, എന്തൊക്കെയായാലും ഇപ്പോൾ ഒരു ലോഹത്തിൻ്റെ കൂട്ട്, ഒരു പാർട്ട് അത് 2ആയി മുറിയുന്നത്, അതൊക്കെ ഹ്യൂമൺ എററാന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലായേ? കറക്റ്റ് പ്രൊപ്പോർഷൻ അല്ലാതെ. പക്ഷെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കാസ്റ്റിങ് അല്ലെങ്കിൽ ഫോർജിങ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഗ്യാസിൻ്റെ ഇൻക്ലൂഷൻസ് അതൊക്കെ നിയന്ത്രിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതിൽ ചില സമയത്ത് തെറ്റുകൾ പറ്റും. കാരണം അത് സ്കാൻ ചെയ്യുമ്പോൾ ഉള്ള റെസൊല്യൂഷൻ്റെ കുഴപ്പം കൊണ്ട് ചിലപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ, മനസ്സിലായി, അങ്ങനത്തെ ചില കാര്യങ്ങളിൽ സാങ്കേതികത ഉണ്ട്. ഇത് എന്താ ശരിക്കും പറ്റുന്ന വെച്ചാൽ, ഇതിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് കാര്യമൊന്നുമില്ല. കാരണം 10 മില്യൺ, അതായത് 1 കോടിയിൽ ഒരു ഫാറ്റൽ ഫെയിലിയർ എന്നൊക്കെ പറയാം. അതുകൊണ്ട് നമുക്കൊരു സമാധാനം കിട്ടുന്നില്ല. ഒരു കണക്കനുസരിച്ച് കുറേ കൊല്ലങ്ങളുടെ ശരാശരി എടുത്താൽ 80% കാരണങ്ങൾ ഹ്യൂമൺ എററാണ്. ഹ്യൂമൻ എറർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ 80%-ൽ 53% പൈലറ്റ് എററും ബാക്കി മെക്കാനിക്സ്, അതായത് മെയിൻ്റനൻസ് എൻജിനീയേഴ്സിൻ്റെ തെറ്റുകളും കൺട്രോൾ ടവറിലുള്ള എയർ ട്രാഫിക് കൺട്രോളറുടെ തെറ്റുകളും എല്ലാം കൂടിയിട്ട് വരും.
ബാക്കി ഏകദേശം 15-നും 20-നും ഇടയ്ക്ക്, 15%-നും 20-നും ഇടയ്ക്ക് മെക്കാനിക്കൽ ഫെയിലിയറാണ്. അതായത് ഡിസൈനിൽ വന്ന പിഴവുകളോ പാർട്ടുകൾ ഉണ്ടാക്കുന്നതിൽ വന്ന ചില തെറ്റുകളോ ഒക്കെ ആയിരിക്കാം. പിന്നെ ബാക്കിയുള്ളത് വെതർ, ഇൻക്ലിമെൻ്റ് വെതർ എന്നുള്ള കാരണത്തിൽപ്പെടും. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഫാറ്റലിറ്റി റേറ്റ് എന്ന് ഇപ്പോൾ നമ്മൾ പറയുന്നത് 0.11 per million hour എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താ അർത്ഥം എന്ന് വെച്ചാൽ, ഒരാൾ തുടർച്ചയായിട്ട് എല്ലാ ദിവസവും 25,214 കൊല്ലം പറന്നാൽ മാത്രമേ ഒരു പർട്ടിക്കുലർ, അത് കഴിഞ്ഞാൽ അടുത്ത ഫ്ലൈറ്റിന് 100% റിസ്ക് ഉണ്ടെന്നർത്ഥം. ഈ 25,214 കൊല്ലം എന്നുള്ളത് ഒരു 5 കൊല്ലം മുമ്പ്, അതായത് 2022 മുമ്പാണ് പറയുന്നത്, ഒരു 5 കൊല്ലം മുമ്പ് 22,116 കൊല്ലം പറഞ്ഞാലേ ഒരു 100% ആക്സിഡൻറ്റ് വരുള്ളൂ. ഇനിയിപ്പോൾ ആക്സിഡൻറ്റ് വന്നാൽ തന്നെ NTSBയുടെ ഒരു കണക്കനുസരിച്ച് 96%, 95.7% ആൾക്കാർ സർവൈവ് ചെയ്യാൻ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ, ചെറിയ പരിക്കുകളോടെ മരിക്കാതെ രക്ഷപ്പെടാനുള്ള സാധ്യതകളുണ്ട്. വേറെ ഒരു ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഒരു റിസർച്ച് നടത്തിയിട്ടുണ്ട്. അതിൽ ഈ എയ്റോപ്ലെയിൻ ക്രാഷ് പ്രോബബിലിറ്റി 1 in 11 million എന്ന് പറയുന്നത് ഫുഡ് പോയ്സണിങ്ങുമായിട്ട് താരതമ്യപ്പെടുത്തുന്നുണ്ട്. അത് ഫുഡ് പോയ്സണിങ് 1 in 3 million ആണ്. നമ്മുടെ നാട്ടിലെ അല്ല, അവിടെ വളരെയധികം ഹൈജീനിക് സ്റ്റാൻഡേർഡ്സൊക്കെ ഉള്ള, ഫുഡ് സ്റ്റാൻഡേർഡുള്ള ആ നാടുകളിലെ ഫുഡ് പോയ്സണിങ് ഡെത്ത് ഫാറ്റലിറ്റി സ്റ്റാൻഡേർഡ് 1 in 3 million ആണ്. എയർപ്ലെയിൻ ഫാറ്റലിറ്റി റേറ്റ് 1 in 11 million ആണ്. ഇതാണ് നമ്മളിപ്പോൾ സേഫ്റ്റി സ്റ്റാൻഡേർഡിനെ പറ്റി പറയുന്നത്. ഇതുവരെ നടന്ന സംഭവങ്ങൾ, അതായത് ആക്സിഡൻറ്റുകളുടെയൊക്കെ റെക്കോർഡുകൾ പല ഡാറ്റാബേസുകളിലായിട്ട് സ്വരൂപിച്ച് വെച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട 3-4 ഡാറ്റാബേസുകൾ നമ്മൾ, ഒന്ന് ICAO, ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ, മറ്റൊന്ന് IATA എന്ന് പറയും, IATA, ഇൻ്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ, വേറെ ഒന്ന് USA നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് NTSB. ഇതെല്ലാം കൂടി നമ്മൾ കൊളേറ്റ് ചെയ്തിട്ട് ഒന്നിച്ച് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതുവരെ നടന്ന ആക്സിഡൻറ്റുകളിൽ 2% താഴെ മാത്രമേ വിമാനങ്ങൾക്ക് പറ്റിയിട്ടുള്ളൂ. 95% ഓട്ടോമൊബൈലുകൾക്കും ഏകദേശം 3% ട്രെയിൻ, പൈപ്പ് ലൈൻ, അതായത് ഷിപ്പുകൾ, അങ്ങനെ ബോട്ടുകൾ, അങ്ങനത്തെ എല്ലാം അടക്കം. ഇങ്ങനെയാണ് ടോട്ടൽ 100%-നെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്ന് മനസ്സിലായല്ലോ, ഈ എയർ സേഫ്റ്റി സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ എയർ സേഫ്റ്റി ഏറ്റവും ഉയർന്നതാണെന്നുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ കൊല്ലങ്ങളനുസരിച്ച് എയർ സേഫ്റ്റി മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ 1980-കളിൽ ഏകദേശം 0.52 per 1 million flights അതായിരുന്നു ഫാറ്റലിറ്റി, അതായത് അപകടത്തിൽ മരിക്കാനുള്ള സാധ്യത. അത് കുറഞ്ഞ് 2021 ആയപ്പോഴേക്കും 0.23 ആയി. 2022 ഒരു കഴിഞ്ഞ 5 കൊല്ലത്തെ ആവറേജ് വെച്ച് നോക്കിയാൽ 0.11 ആയി. അതാണ് ഇപ്പോഴത്തെ ഏകദേശം നമ്മൾ പറയുന്ന സ്റ്റാൻഡേർഡ്, അതായത് 0.11 per 1 million flights. പക്ഷെ ഞാൻ പൊതുജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഓരോ സിസ്റ്റവും ഡിസൈൻ ചെയ്യുമ്പോൾ, അത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ, അത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ, അത് മാനുഫാക്ചർ ചെയ്യുമ്പോൾ എടുക്കുന്ന മുൻകരുതലുകളാണ്. ഉദാഹരണത്തിന് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രക്ചർ എന്ന് വിചാരിക്കുക, ഒരു ചട്ടക്കൂട്. അപ്പോൾ മാനില ഒരു ഇതായി നമ്മുടെ പോലെ ഒരു ഊഞ്ഞാലിലിരിക്കുക എന്ന് വിചാരിക്കുക, ഒരു കയറിൻ്റെ മുകളിലല്ലേ അത് നിൽക്കണം. അത് വിമാനത്തിൽ വരുമ്പോൾ അതിന് 1, 2, 3 ഉണ്ടാവും. മൾട്ടിപ്പിൾ ലോഡ് പാത്ത് എന്ന് പറയും നമ്മൾ, മനസ്സിലായേ? അപ്പോൾ ഒരു 2 സാധനം നമ്മൾ ചേർക്കുന്നു, ഒരു ബോൾട്ടിന് പകരം ഇതിൻ്റെ പകുതി ഡയമീറ്റർ, പകുതിയിലധികമുള്ള 2 or 3 ബോൾട്ട്. അപ്പോൾ ഒന്ന് പൊളിഞ്ഞാൽ വേറെ, പിന്നെ വേറെ ഒന്ന് ഇത് ഫെയിലായി കഴിഞ്ഞാൽ അതിന് ഫെയിൽ സേഫ് എന്ന് പറയും. അതായത് ചെറിയ ക്രാക്ക് ഉണ്ടെങ്കിലും അടുത്ത ഇൻസ്പെക്ഷൻ ഇത്
ഓരോ പ്രാവശ്യം പോയി ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻസ്പെക്ഷൻ ഉണ്ടല്ലോ, ആ ഇൻസ്പെക്ഷനിൽ കാണാൻ പറ്റുന്ന വിധത്തിൽ അതിനൊരു ഫെയിൽ സേഫ് കോൺസെപ്റ്റ് എന്ന് പറയും. ഓക്കെ. പിന്നെ ചില മെറ്റീരിയലുകൾ തന്നെ ഉണ്ട്, ഡാമേജ് ടോളറൻറ്റ് എന്ന് പറയും. ഇത് 3-4 കോൺസെപ്റ്റുകളാണ്. ഇപ്പോഴാണ് സ്ട്രക്ചറിൽ ഉപയോഗിക്കുന്ന ഒരു ഇത്. പിന്നെ ഇപ്പോൾ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞു റിഡൻഡൻസി, ഇലക്ട്രിക്കൽ, ഹൈഡ്രോളിക്, അതൊക്കെ ഒന്നിലധികം പമ്പുകൾ, ഒന്നിലധികം പൈപ്പ് ലൈനുകൾ, മനസ്സിലായി. പിന്നെ എല്ലാ പൈപ്പ് ലൈനുകളും ഒരേ സോണൽ അപ്രോച്ച് ടു റിലയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എല്ലാ സാധനങ്ങളും ഒരു സ്ഥലത്ത് വെക്കില്ല, പല സ്ഥലത്ത്, മനസ്സിലായി. പ്രത്യേകിച്ച് യുദ്ധവിമാനങ്ങളിൽ വെടി ഉണ്ട കൊണ്ടിട്ട് അല്ലെങ്കിൽ ഷെല്ല് തട്ടിയിട്ട് ഡാമേജ് വന്നാൽ എല്ലാം കൂടെ നശിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് പല സ്ഥലത്തായിട്ടാണ് വെക്കുക. ഒരു സോണൽ അപ്രോച്ച്. അപ്പം അങ്ങനെ പല ഇത്. പിന്നെ ട്രെയിനിങ്, ഡോക്യുമെന്റേഷൻ വളരെ എന്ത് ചെയ്യണം അത് നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കണം. അത് ഇപ്പം എന്താ വെച്ചാൽ പുതിയ ആൾക്കാർ കുറച്ചൊരു ഡൈല്യൂഷൻ ഉണ്ടായിക്കൂടാന്നില്ല. ഈ ഡോക്യുമെന്റേഷൻ ഞാൻ നിങ്ങൾ എഴുതിയ പുസ്തകത്തിലും വായിച്ചത് കൊണ്ട് എൻ്റെ ഒരു കൗതുകമുണ്ട്. ഈച്ച് ആൻഡ് എവറി മൈന്യൂട്ട് ഡീറ്റെയിൽസും ഡോക്യുമെന്റ് ചെയ്യുന്നു. ഇപ്പൊ ഡിജിറ്റലി എന്തൊക്കെയാണ് അതിന്റെ ഒരു ഡോക്യുമെന്റേഷൻ? സാധാരണ ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഡിസൈൻ, ഞാൻ ആദ്യം ഞാനിപ്പോൾ ഒരു വിമാനം ഉണ്ടാക്കാൻ തുടങ്ങും, ഒന്നുമില്ല, എൻ്റെ കയ്യിലൊരു ആശയം മാത്രമേ ഉള്ളൂ, എൻ്റെ ഭാവന മാത്രമേ ഉള്ളൂ. ഞാൻ എന്തുകൊണ്ടാണ് ഈ പർട്ടിക്കുലർ ഡിസൈനിന് പോയത്, ഏതൊക്കെ ഞാൻ ഒഴിവാക്കി എന്നുള്ളതിൻ്റെ ഒരു പ്രോസ് ആൻഡ് കോൺസ് സ്റ്റഡി അത് പറയണം. അത് എന്തുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വന്നതെന്ന്. കാരണം പിന്നീട് തിരിച്ചൊരു ഹൈൻസൈറ്റിൽ വേറൊരു വിദഗ്ധൻ നോക്കുമ്പോൾ ഞാൻ അന്നെടുത്ത തീരുമാനം തെറ്റാണോ അല്ലയോ എന്ന് അറിയാലോ. അതൊന്ന്. 2, ഇപ്പോൾ ഇതിലുപയോഗിക്കുന്ന ലോഹക്കൂട്ടുകൾ, വിമാനത്തിൻ്റെ ഭാഗങ്ങൾ, അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പാർട്ടിനും അതേ ബാച്ചുകളിലുള്ളത് ടെസ്റ്റ് ചെയ്യും നമ്മൾ, എന്നിട്ട് റെക്കോർഡ് ചെയ്യും. അതായത് ടെസ്റ്റ് കൂപ്പൺസ് പോലെ ടെസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ എല്ലാ പാർട്ടിൻ്റെയും അത് വിവിധ തരത്തിലുള്ള ടെൻഷൻ, കംപ്രഷൻ, ട്വിസ്റ്റിങ്, ബെൻഡിങ്, ഫെറ്റീഗ്, അങ്ങനെ എല്ലാ വിധത്തിലുള്ളതും അതിൻ്റെ ഡേറ്റാബേസ് ഉണ്ടാവും, മനസ്സിലായി. പിന്നെ വേറെ ഒന്ന്, ഇപ്പോൾ മാനുഫാക്ചററെ സംബന്ധിച്ചോളം, ഇപ്പോൾ ഞാൻ ബോയിങ് ആണ്, ഞാൻ ഒരു പാർട്ട് എ എന്ന് പറയുന്ന ഒരു വെൻഡറുടെ അടുത്ത് നിന്ന് വാങ്ങുന്നു. അപ്പോൾ ആ വെൻഡർക്ക് സ്പെസിഫിക് ആയിട്ടൊരു ബാച്ച് നമ്പർ ഉണ്ടാവും. ബി എന്ന് പറഞ്ഞ വേറൊരു വെൻഡറും കൂടി ഉണ്ട്, ഇതേ പാർട്ട് തരാൻ കഴിവുള്ള അയാൾക്ക് ബി എന്ന് കൊടുക്കുന്നു, മനസ്സിലായി. അപ്പോൾ എന്ത് പറ്റിച്ച് ഈ പാർട്ട് നമ്പർ ഇതിൽ എൻ്റെ മെയിൻ ഇതിൽ എയുടെ പാർട്ട് നമ്പറും ബിയുടെ പാർട്ട് നമ്പറും തമ്മിൽ എനിക്ക് തിരിച്ചറിയാവുന്ന ഒരു ആൽഫ ന്യൂമറിക് സ്പെഷ്യലൈസേഷൻ കാണും, ഡെസിഗ്നേഷൻ. അപ്പോൾ ഈ പിന്നീട് എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഒരു പാർട്ട് പൊട്ടിയത് ഒരു ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേറ്റർ കണ്ടുപിടിച്ചിട്ട് ഒരു പുഴയിൽ നിന്നോ കടലിൽ നിന്നോ കിട്ടിയിട്ട് നോക്കുകയാണെങ്കിൽ എ ഉണ്ടാക്കിയതാണോ ബി ഉണ്ടാക്കിയതാണോ എന്നറിയാം. അപ്പോൾ ബിയുടെ അതിന് ട്രേസബിലിറ്റി എന്ന് പറയും. ഈ സംഭവത്തിൽ പാർട്ടുകളും ചെയ്യേണ്ടതാണ്, ചെയ്യും. പക്ഷെ എന്താ പറ്റുന്നത് വെച്ചാൽ മനുഷ്യന് ദുരാഗ്രഹം അതുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ തേർഡ് വേൾഡിൽ പ്രത്യേകിച്ച് ഈ ഇന്തോനേഷ്യ, തായ്ലൻഡ് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പല പാർട്ടുകളും വാങ്ങാൻ കിട്ടും. ഈ ബോൾട്ടുകളൊക്കെ വലിയ കമ്പനികളൊന്നും ഉപയോഗിക്കില്ല, മനസ്സിലായി, ഉപയോഗിക്കില്ല. പക്ഷെ കിട്ടാനുണ്ട്. പണ്ടൊന്നും കിട്ടിയിരുന്ന പോലും ഇല്ല, പാടില്ലായിരുന്നു. അത് ഇപ്പൊ പല വിധത്തിലും ഇപ്പൊ ആരാ പറഞ്ഞ ഒരു നിയമത്തിനൊരു വിലയില്ലാത്തൊരു സമയമാണ്. അപ്പൊ ഇതാണ് വേറൊരു ഇത്. പിന്നെ പൈലറ്റ്സിന്റെ ട്രെയിനിങ് വളരെ സ്ട്രിഞ്ചന്റ് ആണ്. കുറേ 100 മണിക്കൂറുകൾ കഴിഞ്ഞാലേ ഒരു ക്യാപ്റ്റനാവുള്ളൂ. അതിനു മുമ്പ് ഓരോ ടൈപ്പ് ഓഫ് എയറോപ്ലെയിനിലും, അതായത് ബോയിങ് ആയാലും എയർബസ് ആയാലും വേറെ എന്തെങ്കിലും, അതിലൊക്കെ ട്രെയിനിങ് ചെയ്തിരിക്കണം, മനസ്സിലായി. അപ്പോൾ ഒരു കമേഴ്സ്യൽ പൈലറ്റ് ഒരു ഫ്ലൈയിങ് സ്കൂളിൽ പഠിച്ചൊരു ഇത് വരെ കിട്ടാം. പക്ഷെ എങ്കിലും നമ്മൾ പറക്കുന്നൊരു കമേഴ്സ്യൽ എയറോപ്ലെയിനിൽ അയാൾക്ക് പൈലറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കോക്പിറ്റിൽ ഇരിക്കുന്ന സമയത്ത് കോ പൈലറ്റും മെയിൻ പൈലറ്റും എന്താ താങ്കൾ ചെയ്യുന്നതെന്നുള്ളത് പറയണം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് അണ്ടർ കാരേജ് കണ്ടിട്ടില്ലേ, ആ വീലുള്ളത് അത് മടക്കിയിരിക്കുകയായിരിക്കും. അപ്പോൾ ഞാൻ അണ്ടർ കാരേജ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഡൗൺ ചെയ്യാൻ ഒരാൾ പറയും, മറ്റേ ആൾ ചെയ്തു എന്ന് പറയും. അപ്പോൾ ചെയ്തു നോക്കുമ്പോൾ 2 പേരുടെ ഇതിലും പാനലിൽ
അതിൻ്റെ സിഗ്നൽ കാണാം. ഫ്ലാപ്പ് എന്ന് പറഞ്ഞ ഒരു കൺട്രോൾ സർഫസ് ആണ്, അത് അപ്പാണ് എന്ന് പറഞ്ഞാൽ അപ്പ്. അപ്പൊ തെറ്റാനുള്ള സാധ്യതകൾ കുറവാണ്. ഇൻവെസ്റ്റിഗേഷൻ വരുന്ന സമയത്ത് ഈ കോക്പിറ്റിൽ ഈ വോയിസ് റെക്കോർഡർ ഒക്കെ ഉണ്ട്. 2 സാധനങ്ങളുണ്ട്. CVR എന്ന് പറയും, കോക്പിറ്റ് വോയിസ് റെക്കോർഡർ ആൻഡ് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ, FDR. 2 ഏകദേശം കളർ ഒരു ഓറഞ്ച് ആണ്. അതിന്റെ കാരണം എന്താ വെച്ചാൽ അത് ബ്ലാക്ക് ബോക്സ് എന്നാണ് പേരെങ്കിലും അത് കളർ അതിന്റെ ഓറഞ്ച് ആണ്. ശരിക്കും ഓറഞ്ച് പെയിന്റ് ഉണ്ടാവുക. അതെന്താ വെച്ചാൽ ഒരു ഫയർ റിട്ടാർഡന്റ് പെയിന്റ് ആണ്. അതിന്റെ കളർ ഓറഞ്ച് ആയിരുന്നു. എന്ത് സംഭവിച്ചാലും പക്ഷെ ചില സമയത്ത് അതിനും പറ്റും. അപ്പൊ ചില ഓൾട്ടർനേറ്റ് പ്രപ്പോസൽസ് ഒക്കെ ഉണ്ട്. ഇപ്പോ ഒന്ന് റിയൽ ടൈം ക്ലൗഡിലേക്ക് അപ്ലോഡ് ചെയ്യാം ഇതിന്റെ ഡാറ്റ. പക്ഷെ അത് സ്വീകാര്യമല്ല, അത് എക്സ്പെൻസീവ് ആണ്. കാരണം ഇപ്പോൾ ഒരു മണിക്കൂർ ഒക്കെ ആണെങ്കിൽ എത്ര ഗീഗാബൈറ്റ്സ് വരും കൃത്യം പറയാൻ എനിക്കറിയില്ല, ഞാൻ അതിൽ വിദഗ്ധനല്ല. പക്ഷേ അത്രയും ക്ലൗഡിൽ സ്റ്റോറേജ് ബുദ്ധിമുട്ടാണ്. ആ എക്സ്പെൻസ് വഹിക്കാൻ ഇവരാരും തയ്യാറില്ല, എയർലൈൻസ് ഒന്നും. ഇപ്പൊ എല്ലാവരും ചായയും കാപ്പിയും കൂടിയും കട്ട് ചെയ്യുന്ന ഒരു സമയമാണ്, മനസ്സിലായി. അപ്പൊ ഇതിങ്ങനത്തെ വിവിധ തരങ്ങളിൽ, അതേപോലെ മെയിൻ്റനൻസ്, പിന്നെ എല്ലാ പാർട്ടുകൾക്കും, പ്രധാനപ്പെട്ട ക്രിട്ടിക്കൽ പാർട്ടുകൾക്കൊക്കെ അതിനൊരു ലൈഫ് ഉണ്ട്. ലൈഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഡ്യൂറബിലിറ്റി. അത് നിർമ്മിച്ചതിന് ശേഷം 1000 മണിക്കൂർ മാത്രമേ ഉപയോഗിക്കാൻ പാടുമെന്ന് വയ്ക്കുക. അത് കൃത്യമായിട്ട് ലോഗ് ചെയ്തിരിക്കും. അപ്പൊ ഈ എയർക്രാഫ്റ്റിലായാലും ശരി, അതിന് എടുത്തിട്ട് വേറെ ഒന്നിലേക്ക് ഇട്ടാലും ശരി, ഈ 1000 തുടർച്ച 1000 വരുന്നോ നോക്കും. അപ്പൊ 1000 ആവുമ്പോൾ അത് റിമൂവ് ചെയ്യണം. എല്ലാ ശ്രമങ്ങളും ആക്സിഡൻറ്റ് ഒഴിവാക്കാനുള്ളതാണ് നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞത്. പക്ഷേ അഥവാ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി വിചാരിക്കുക, എന്നാൽ അപ്പോൾ അത് നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് എന്ത് കാരണം കൊണ്ടാണ് റൂട്ട് കോസ് ആ ആക്സിഡൻറ്റ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കണം. ഹ്യൂമൻ എററാണോ, മെറ്റീരിയൽ ഫെയിലിയറാണോ, മറ്റ് വെതറാണോ, ഇതൊക്കെ അറിയാൻ വേണ്ടി ഇതിനായിട്ട് നമ്മൾ ഒരു ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയേഴ്സ് യൂസ് ചെയ്യും. അത് സിവിൽ കമേഴ്സ്യൽ എയർക്രാഫ്റ്റിന് വ്യത്യസ്തമാണ്, മിലിറ്ററി എയർക്രാഫ്റ്റിന് വ്യത്യസ്തമാണ്. പക്ഷേ കമേഴ്സ്യൽ എയർക്രാഫ്റ്റിന് ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് പൊതുവെ എല്ലാ രാജ്യങ്ങളിലും ഉപയോഗിക്കുന്നത്. അതുപ്രകാരം എന്താണ് എന്ന് വിചാരിച്ചാൽ, ആ ആക്സിഡൻറ്റ് സൈറ്റിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഫിസിക്കൽ എവിഡൻസും, അവിടെ നിന്ന് കിട്ടുന്ന ആൾക്കാരായിട്ട് ചെയ്തിട്ടുള്ള ഇൻ്റർവ്യൂ, ആരെങ്കിലും കണ്ടിട്ടുണ്ട്, ദൃക്സാക്ഷികൾ ഉണ്ടെങ്കിൽ അവർ കണ്ടത്, കോക്പിറ്റ് വോയിസ് റെക്കോർഡർ, ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ, അതിൽ നിന്നുള്ള ഡാറ്റയൊക്കെ ചെയ്ത് എല്ലാം ചെയ്ത് അത് ആലോചിച്ച് അനലൈസ് ചെയ്തിട്ട് എന്ത് കാരണം കൊണ്ടാവാം ആ ഫെയിലിയർ ആദ്യമായി ഉണ്ടായത്. അതായത് ഇപ്പം സുഖമായിട്ട് പറന്നുകൊണ്ടിരിക്കുന്ന ഒരു വിമാനം പെട്ടെന്ന് താഴെ വീണു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് അത് പറന്നുകൊണ്ടിരിക്കുന്ന ആ വിമാനത്തിനെ താഴോട്ട് പതിപ്പിക്കാൻ കാരണമാക്കിയത് എന്നുള്ള റൂട്ട് കോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇത് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ. സാങ്കേതികമായിട്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്നത് കോസ് ഇഫക്റ്റ് ഡയഗ്രം എന്ന് പറയുന്ന ഒരു ഡയഗ്രമാണ്. അതിൻ്റെ എക്സ്പേർട്സിന് മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതായത് ഒരു പർട്ടിക്കുലർ കോസിന് എന്തൊക്കെ കാരണങ്ങളാവാം, അതിന് എന്തൊക്കെ സബ് കാരണങ്ങൾ, അതായത് ഉപകാരണങ്ങളാവാം എന്നുള്ളത്. അത് ഒരു പിക്ചോറിയലി ഡെപ്പിക്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം പലരും ഉപയോഗിക്കാറുണ്ട്. അതിന് നമ്മൾ ഇഷിക്കാവ ഡയഗ്രാം, കോസ് ഇഫക്റ്റ് ഡയഗ്രാം, ഫിഷ് ബോൺ ഡയഗ്രാം എന്നൊക്കെ പറയും. ഇഷിക്കാവ എന്ന് പറഞ്ഞ ഒരു കോരോ ഇഷിക്കാവ എന്ന് പറഞ്ഞ ജാപ്പനീസ് എഞ്ചിനീയറുടെ പേരിലാണ്. അതിപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നമ്മളതിൻ്റെ ഒരു എൻഡിൽ, ആ ആരോ ഹെഡിൽ ഒരു കോസും മറ്റത് സബ് കോസുകളും, ഓരോ സബ് കോസുകളുടെ പിന്നെ സബ് കോസുകളും ഒക്കെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ചിന്തിച്ചിട്ടാണ് ഇത് പിന്നാക്കം പോകുന്നത്. എന്നിട്ട് നമ്മളൊരു ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ പരികൽപ്പന, എന്ത് കാരണം കൊണ്ടായിരിക്കാം ഈ ഫെയിലിയർ വന്നത് എന്ന് നമ്മൾ ആലോചിച്ച് മനസ്സിലാക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഓരോ എയർക്രാഫ്റ്റ് ആക്സിഡൻസും എന്ത് കാരണം കൊണ്ടാവാമെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇതിൽ നമ്മൾ സഹായിക്കുന്ന ഉപാധികളാണ് കോക്പിറ്റ് വോയിസ് റെക്കോർഡർ, ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ, ഫിസിക്കൽ എവിഡൻസ്, പാർട്ടുകളുടെ സ്ഥിതി, വിറ്റ്നസ്സുകൾ, ആരെങ്കിലും ദൃക്സാക്ഷികളുണ്ടെങ്കിൽ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സ്, പൈലറ്റിൻ്റെ
ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, അല്ല പൈലറ്റ് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ഫ്ലൈറ്റ് കൺട്രോൾ ടവർ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതാണ് നമ്മളെ ഒരു രീതി. അപ്പോൾ അതായത് ഡിസൈനിലും മറ്റും ഉപയോഗിക്കുന്ന ഒരുപാട് പ്രിക്കോഷൻസ് അത് ആക്സിഡൻറ്റിനെ ഒഴിവാക്കും. പക്ഷേ ഈ ഒഴിവാക്കാൻ ശ്രമിച്ചാലും ഒരു ചെറിയ ശതമാനം സാധ്യതയുണ്ട്. ആ സാധ്യതയിൽ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ തിരിച്ച് അതിൻ്റെ മൂല കാരണം കണ്ടുപിടിക്കും. എന്നിട്ട് ഡിസൈനാണോ, അത് പൈലറ്റ് ട്രെയിനിങ് ആണോ, അതോ അത് കമ്മ്യൂണിക്കേഷൻ എററാണോ, അതോ കൺട്രോൾ പ്രോട്ടോക്കോളിലെ മിസ്റ്റേക്കാണോ, ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയതിൽ എന്താണ് തെറ്റ്, അതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് മാറ്റും. ഇതാണ് ഒരു ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ്റെ സ്ഥിതി. ഇതുകൊണ്ടാണ് വിമാനങ്ങളുടെ സേഫ്റ്റി സ്റ്റാൻഡേർഡ് വളരെ ഉയർന്നതാണെന്ന് പറയുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ കാറിലോ അല്ലെങ്കിൽ ട്രെയിനിലോ ഈ ലെവൽ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഞാൻ പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിനേക്കാളും നമുക്ക് മനസ്സിനൊരു ധൈര്യം തരേണ്ടത് വിദഗ്ധന്മാർ ഇതിന് വ്യത്യസ്ത മേഖലകളിൽ ഡിസൈൻ, ഓപ്പറേഷൻ, മെയിൻ്റനൻസ്, മാനുഫാക്ചർ, അതിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കുകളിലാണ്. നമ്മൾ ഇതുവരെ മനുഷ്യന്റെ ചരിത്രത്തിൽ ഉപയോഗിച്ചിട്ടുള്ള വാഹനങ്ങളിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒന്നാണ് വിമാനം എന്നാണല്ലോ വെപ്പ്. അത് ഇത്തരം സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ കൃത്യമായിട്ട് കീപ്പ് ചെയ്യുന്നത് കൊണ്ടും കൂടി ആയിരിക്കണമല്ലോ. പക്ഷെ എന്നിട്ടും അപകടങ്ങൾ സംഭവിക്കുന്നതിനുള്ള പല കാരണങ്ങളുണ്ടാവും. ഒന്ന് നിങ്ങൾ തന്നെ എഴുതിയിട്ടുള്ളത് പോലെ കാലാവസ്ഥ ഒരു വലിയ ഘടകമാണ്. പിന്നെ നമ്മൾ എന്താ പറയുക, കാണാൻ പറ്റാത്ത രീതിയിലുള്ള പക്ഷികൾ, അത്തരത്തിലുള്ള സംഗതികൾ വരാം. പിന്നെ വരുന്നത് മനുഷ്യർക്ക് സംഭവിക്കുന്ന പിഴവുകൾ എന്ന് പറയുന്നത്. ഈ കാലാവസ്ഥ എങ്ങനെയൊക്കെയാണ് ഒരു വിമാനത്തിന് അപകടത്തിന് കാരണം? കാലാവസ്ഥയുടെ ഒരു ക്ലാസിക് ഉദാഹരണം 2-3 കൊല്ലം മുമ്പ് ഊട്ടിയിൽ വെച്ച ജനറൽ റാവത്തിനൊരു ആക്സിഡന്റ് പറ്റി. അതെന്താ പറ്റുന്നത് വെച്ചാൽ ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ ആ മാസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം പറക്കരുത് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം അവിടെ അപ്രതീക്ഷിതമായിട്ടുള്ള കാറ്റ്, ഡ്രാഫ്റ്റുകളാണ്, കുന്നുകളാണ് അതിൻ്റെ വരും. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ജനറൽ റാവത്തിന് സമയമുണ്ടായിരുന്നു അവിടെ എത്താൻ. പക്ഷേ മിസ്സിസ് റാവത്തിന് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, എന്തോ വിമൻസ് എയർഫോഴ്സ് വിമൻസ് അസോസിയേഷനോ ആർമി വിമൻസ് അസോസിയേഷൻ എന്തോ, അതിനെത്താൻ വേണ്ടിയിട്ട് അവർ റോഡ് മാർഗം 1 മണിക്കൂർ എടുക്കില്ല, 45 മിനിറ്റ് എടുക്കുള്ളൂ. ഇത് 15 മിനിറ്റ് പോയതാണ്. അപ്പോൾ ഇങ്ങനത്തെ തെറ്റുകളാണ് പറ്റുന്നത്. അപ്പോൾ എന്തൊരു മലയിടുക്കുകളിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ലേ അല്ലെങ്കിൽ കാർഗിൽ എന്ന സ്ഥലം 2 മലകളുണ്ട്. അതിനിടയ്ക്ക് കാറ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് പറയാൻ പറ്റില്ല. കാറ്റിലുണ്ടാവുന്ന കോളിളക്കങ്ങൾ, തിര ഇളക്കങ്ങൾ, അതൊക്കെ ലിഫ്റ്റിനെ ബാധിക്കും. അപ്രതീക്ഷിതമായിട്ടുള്ള സംഗതികൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വീണെന്ന് വരും. ഏറ്റവും പിന്നിൽ ഹ്യൂമൻ എറർ ആണെങ്കിലും അത് അനുവദിച്ച പൈലറ്റ്, എന്നാൽ ശരിക്കും എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആ പൈലറ്റ് പറഞ്ഞു, സോറി സർ, പറ്റില്ല, ഇപ്പോൾ പോകാൻ പറ്റില്ല, ബൈ റോഡ് മാത്രമേ, ഇതാണ് പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ. പക്ഷെ അതിപ്പോൾ ഒരു എന്താ പറയുക, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് പറയാനുള്ള മടി കൊണ്ട് പറഞ്ഞിരിക്കാം, ഓവർ റൂൾ ചെയ്തിരിക്കാം, പറയാൻ പറ്റില്ല. അതൊന്നും നമുക്ക് പുറത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ കാലാവസ്ഥ അതൊരു ഇതാണ്. എൻജിൻ്റെ കാര്യത്തിൽ ഉദാഹരണത്തിന് കാറിൻ്റെ എൻജിൻ, മനില കോഴിക്കോടും തൃശ്ശൂർക്ക് വരുമ്പോൾ കാറിൻ്റെ എൻജിൻ നിന്ന് പോയി വിചാരിക്കുക, കേടുവന്നു. എന്താ ഉണ്ടാവുക, റോട്ടിൽ അവിടെ നിൽക്കും 4 കാലിൽ. ഇത് എഗൻസ്റ്റ് ദ ഗ്രാവിറ്റി ഓപ്പറേഷനാണ്. അപ്പോൾ ആ എൻജിൻ നിന്ന് പോയാൽ അതെ നിലത്തേക്ക് വീഴും. ഇതുകൊണ്ടാണ് കൂടുതൽ പ്രിക്കോഷൻസ് ഇതിൽ വരും. അപ്പോൾ എൻജിനിപ്പോൾ നമ്മൾ സാധാരണ ഈ കമേഴ്സ്യൽ വിമാനങ്ങളിലൊക്കെ ട്വിൻ എൻജിൻസ് ആണ്. 4 എഞ്ചിനുണ്ട്, അല്ല ചുരുങ്ങിയത് 2. ഈ ട്വിൻ എൻജിൻസിൽ തന്നെ ടോപ്സ് എക്സ്റ്റെൻഡഡ് റേഞ്ച് ട്വിൻ എൻജിൻ ഓപ്പറേഷൻ പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് എന്നൊക്കെ പറഞ്ഞ് വേരിയസ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതായത് പറക്കുന്നതിനിടയ്ക്ക് കൊച്ചിയിൽ നിന്ന് പറന്ന് ദുബായിലെത്തുന്നതിനിടയ്ക്ക് എവിടെയൊക്കെ ആൾട്ടർനേറ്റ് എയർഫീൽഡ്സ് ഉണ്ട് എന്നുള്ളതും അത് ഒറ്റ എൻജിനിൽ പോകാൻ പറ്റും എന്നുള്ളതും മുൻകൂട്ടി കണക്കാക്കിയിട്ടുണ്ട്. അതാണ് ഈ എക്സ്റ്റെൻഡഡ് റേഞ്ച് ട്വിൻ എൻജിൻ പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ എല്ലാ മുൻകരുതലുകളും എടുക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യനല്ലേ. വിമാനങ്ങളുടെ കഥ, പറക്കൽ യന്ത്രങ്ങളുടെ ചരിത്രവും ശാസ്ത്രവും എന്ന് പറയുന്ന പുസ്തകം 2007 താങ്കൾ എഴുതുന്നുണ്ട്. മലയാളത്തിൽ ഒരുപക്ഷെ അങ്ങനത്തെ ഒരു വിമാനങ്ങളുടെ ചരിത്രവും ശാസ്ത്രവും
ഇത്ര വിശദമായിട്ട് ലളിതമായിട്ടും പറയുന്ന ഒരു പുസ്തകം ആദ്യത്തേതായിരിക്കും. അതിൻ്റെ ഒരു ആധികാരികമായ ഗ്രന്ഥം എന്ന് പറയുന്നത് ആദ്യത്തേതായിരിക്കും. അധികം പേജുകളൊന്നുമില്ല, പക്ഷെ വളരെ വിശദമായിട്ട് ഇതിൻ്റെ ശാസ്ത്രം മുഴുവനും അതിനകത്ത് പറയുന്നുണ്ട്. താങ്കളുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി, പിന്നെ എങ്ങനെയാണ് ആ പുസ്തകത്തിലേക്ക് കാരണം എന്താണ് എന്നുള്ളതാണ്. ഇതെങ്ങനെയാന്ന് വെച്ചാല് ഇതിലൊരു ചെറിയ കോയിൻസിഡൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏവിയേഷനിൽ ജോലി കിട്ടുന്നുള്ള എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ കുട്ടിക്കാലത്ത് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ 11 മണിക്ക് ഒരു വിമാനം കൊച്ചിയിലേക്ക് പോകും. അത് അപ്പം അന്ന് ജെറ്റ് എന്നൊരു ആ വെളുത്ത വരയാണ് കാര്യം. അപ്പം അതിങ്ങനെ കാണും. അപ്പം ഇത് എങ്ങനെയാണ് അത് പറക്കണമെന്നുള്ളത് ഞങ്ങൾക്ക് പലർക്കും സംശയം. അപ്പോൾ അവസാനം ആ സ്കൂളിനടുത്തുള്ള ഒരു എയർഫോഴ്സുകാരൻ ലീവിൽ വന്നപ്പോൾ അയാളോട് പോയി ചോദിച്ചു. അയാളൊരു പക്ഷേ ടെക്നിക്കലായിരുന്നില്ലായിരിക്കും. അയാൾ അതിനൊരു യന്ത്രമുണ്ട്, അതുകൊണ്ടാണ് അത് പൊന്തണത്. അപ്പം ഞങ്ങൾക്ക് അത് തൃപ്തിയായിട്ടില്ല. അപ്പം അത് അങ്ങനെ ഒരു ഇത് കിടന്നിരുന്നു ഇങ്ങനെ അന്തർലീനമായിട്ട്. പക്ഷേ ഇങ്ങനെ ജോലി കിട്ടി വിദേശ രാജ്യങ്ങളിലൊക്കെ പോയപ്പോൾ മ്യൂസിയങ്ങളൊക്കെ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി ഇതുപോലെ നമ്മൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടി എന്നെ പോലത്തെ ഒരു കുട്ടി ഈ ആഗ്രഹം, ഈ ക്യൂരിയോസിറ്റി നമുക്കത് മാറ്റാൻ പറ്റുമല്ലോ. അന്ന് ഇങ്ങനെ ഒരു അപ്പം ഞാനത് മോഹനൻ എന്ന് പറഞ്ഞ എൻ്റെ സഹപ്രവർത്തകനോട് പറഞ്ഞിരുന്നു പലപ്പോഴും. മോഹനൻ ലീലാവതി ടീച്ചറുടെ സഹോദരനാണ്. അപ്പോൾ ഒരിക്കൽ ഞങ്ങൾ ഇവിടെ പറഞ്ഞില്ലേ, ഇവിടെ ഒരിക്കൽ മോഹൻ്റെ ചെറിയമ്മയോ മറ്റോ അസുഖമായിട്ട് ഇവിടെ ഒരു ആസ്പത്രി കിടക്കുമ്പോൾ ഞാൻ അവിടെ ചെന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ലീലാവതി ടീച്ചറും വന്നു. അപ്പോൾ മോഹനൻ യദൃച്ഛയാ പറഞ്ഞു, ഇദ്ദേഹം പുസ്തകമൊക്കെ എങ്ങനെ എഴുതും? അല്ല എന്നാ എഴുതും, ഇതല്ലേ സമയം, നമുക്ക് അതൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ആരെയും അറിയില്ല പബ്ലിഷ് ചെയ്യാൻ, എനിക്ക് യഥാർത്ഥത്തിൽ അറിയില്ല. പിന്നെ എന്താണ് ഇത് എഴുത്തുകാരെ അറിയില്ല, പബ്ലിഷേഴ്സിനെ അറിയില്ല. ഇല്ല അത് എഴുതിയിട്ട് നല്ലതാണെങ്കിൽ ഞാൻ രാധാകൃഷ്ണനോട് ചോദിക്കാം, ടെക്നിക്കൽ സി രാധാകൃഷ്ണനോട്. അപ്പോൾ ടീച്ചർ ഞാനൊരു കയ്യെഴുത്ത് പ്രതി ഉണ്ടാക്കി. കുറച്ച് സമയം എടുത്തു, പിന്നെ ഒരു കൊല്ലത്തോളം എടുത്തു. എഴുതിയിട്ട് ടീച്ചർക്ക് അയച്ചു. അപ്പോൾ ടീച്ചർ രാധാകൃഷ്ണനെ കാണിച്ചു. രാധാകൃഷ്ണൻ പറഞ്ഞു ഇത്തരം പുസ്തകം ഇവിടെ ഉണ്ടായിട്ടില്ല, ഇതുകൊണ്ടാണെന്ന്. പക്ഷെ ഉദ്ദേശം എന്തായിരുന്നു വെച്ചാൽ ഹൈസ്കൂൾ സെക്കൻഡറി സ്കൂൾ സ്റ്റാൻഡേർഡിൽ അത് ഫിസിക്സ് നോളജുള്ള കുട്ടികൾക്ക് ഇങ്ങനത്തെ വിമാനം എങ്ങനെയാണ് പറക്കണമെന്നുള്ളത് ഒരു ഇത്. അപ്പോൾ അധികം പക്ഷേ ഇക്വേഷൻസ് ഉപയോഗിക്കരുതെന്ന് ഞാൻ ആദ്യം തീരുമാനിച്ചു. അതിനൊരു കാരണമുണ്ട്. സ്റ്റീഫൻ ഹോക്കിൻസ് ഒരിക്കൽ പറഞ്ഞു, പുസ്തകം എഴുതുന്നവരോട് സയൻറ്റിസ്റ്റിൻ്റെ ഇടയ്ക്ക് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ മറ്റേ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈമിൻ്റെ അതിൽ പ്രിഫേസിലുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ ഒരു ഇക്വേഷൻ ചേർത്താൽ വായനക്കാർ പകുതിയായി ചുരുങ്ങും, അടുത്ത ഇക്വേഷനായ പിന്നെയും പകുതിയായി ചുരുങ്ങും. അപ്പോൾ ഇതെൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അത് വേണ്ടെന്ന് കരുതി ലളിതമാക്കി. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ലളിതമാക്കുമ്പോൾ എപ്പോഴും ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ലാളിത്യത്തിന് വേണ്ടിയിട്ട്, പക്ഷേ എൻ്റെ കഴിവിനനുസരിച്ച് സത്യം ഞാൻ വലിയ കൊടുത്തിട്ടില്ല ലാളിത്യത്തിന് വേണ്ടി. പക്ഷെ അങ്ങനെ എഴുതിയൊരു പുസ്തകമാണ്, ആരും പബ്ലിഷ് ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. പഠിക്കാൻ തീരുമാനിക്കുന്നതും ഇതേ കാരണം കൊണ്ട് തന്നെയാണോ? ഈ കൗതുകം തന്നെയാണോ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് എത്തിച്ചത്? ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഇവിടെ പഠിച്ചത്. അത് തൃശ്ശൂരാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് കാൺപൂര് എനിക്കൊരു ജോലി കിട്ടി. അന്ന് അസിസ്റ്റന്റ് സൂപ്പർവൈസർ എന്നായിരുന്നു. അവരൊരു ഹിന്ദുവിലൊരു ഇതുണ്ടായിരുന്നു. ഞാൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് എന്നെ അപ്ലൈ ചെയ്തു. അന്നൊക്കെ വളരെ എളുപ്പമായിരുന്നു കിട്ടാൻ. അപ്പോൾ അവർ ഗിണ്ടി എഞ്ചിനീയറിംഗ് കോളേജ് മദ്രാസ്, ഇപ്പോഴത്തെ അണ്ണ യൂണിവേഴ്സിറ്റി, അവിടെയായിരുന്നു ഇൻ്റർവ്യൂ. ഞാൻ പോയി, എനിക്ക് കിട്ടി. അതായത് ഇപ്പോൾ പറയണ പോലെ ഈ തമാശ പറയും, ബ്രിട്ടീഷേഴ്സ് വന്നപ്പോൾ ആൾക്കാരെ ആർമിയിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാലിൽ ലെഫ്റ്റിൽ ഇങ്ങനെ പച്ചിലേക്ക് വെച്ച് കെട്ടി, എന്നിട്ട് വേറൊരു കാലിൽ വേറെ വൈക്കോല എന്തോ വെച്ച് കെട്ടി. അപ്പൊ പച്ചില വൈക്കോല് ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുന്നതിന് പകരം അവർ അങ്ങനെ പറഞ്ഞു. അതുപോലെ എന്തെങ്കിലുമൊക്കെ ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ടാവും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. എന്തായാലും എനിക്ക് കിട്ടി. അപ്പൊ ഞാൻ അവിടെ പോയി. അവിടെ പോയപ്പോൾ ഞങ്ങൾ കുറേ ആൾക്കാരെ തിരഞ്ഞെടുത്ത് എയറോനോട്ടിക്കൽ ഈവനിങ് ക്ലാസ്സിന് HAL സ്പോൺസർ ചെയ്തു. അങ്ങനെയാണ് എയറോനോട്ടിക്കലിലേക്ക് വന്നത്. ആദ്യത്തെ ജോലി എയറോനോട്ടിക്കലായിരുന്നു. അന്ന് സ്ട്രക്ചേഴ്സ് ആയിരുന്നു എൻ്റെ.
ഈ സ്ട്രക്ചേഴ്സ് പഠിക്കുക എന്ന് പറയുമ്പോഴേ ഇപ്പൊ ഇതിന്റെ വിമാനങ്ങളുടെ ഒരു ചരിത്രം എന്ന് പറയുന്നത് അതിന്റെ ശ്രമങ്ങൾ നിങ്ങൾ പുസ്തകത്തിൽ തന്നെ ഒരുപാട് എഴുതിയിട്ടുണ്ട്. അതിന്റെ ഒരു ഹിസ്റ്ററിയിൽ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ മുഴുവനും പക്ഷികളിലും ഇതിലൊക്കെ തുടങ്ങി പട്ടങ്ങളിലൂടെ റൈറ്റ് സഹോദരന്മാരിലേക്ക് എത്തുന്നതിൻ്റെയൊക്കെ ഒരു ചരിത്രമുണ്ട്. നിങ്ങളിൽ ഈ സ്ട്രക്ചർ പഠിക്കാൻ തുടങ്ങിയപ്പോഴേ നമ്മളുടെ ഒരു കൺസെപ്ച്വൽ സംഗതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ പറന്ന് കണ്ടിട്ടുള്ള വിമാനങ്ങൾ. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ പഠിച്ച ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയും. അതായത് നമ്മൾ ലോഡ്, ഒരു മെറ്റീരിയലിൻ്റെ സ്ട്രെങ്ത്, ഇത് തമ്മിൽ ഒരു ഡെഫിനിറ്റീവ് ഗ്യാപ്പ് വെക്കലാണ് നമ്മൾ സാധാരണ പറയുക. അതായത് ലോഡ് 100 ആണെങ്കിൽ ഒരു 120 സ്ട്രെങ്ത് ഉള്ള മെറ്റീരിയൽ ഉപയോഗിക്കണം. അപ്പം നമുക്ക് എപ്പോഴും 20 കിട്ടുന്നതാണ്. പക്ഷേ വിമാനത്തിൻ്റെ സ്ട്രക്ചറിൽ വന്നപ്പോൾ അപ്പോഴാണ് ഞാൻ പറഞ്ഞ ഇതിൻ്റെ വേരിയബിലിറ്റി പ്രശ്നം വന്നു. ഓക്കെ. അതായത് നമ്മൾ ഇപ്പോൾ ഈ ഊഞ്ഞാലിൻ്റെ കാര്യം പറഞ്ഞ പോലെ അതിൽ 80 കിലോ ഉള്ള ഒരാൾ തൂങ്ങാം, അത് നാളെ 100 ആവാം, അയാൾ തന്നെ ശക്തിയിൽ തന്നെ ഇരിക്കാം. മനസ്സിലായി? അപ്പോൾ ഈ ലോഡ് എന്ന് പറയുന്ന ഒരു സംഗതി വേരിയബിളാണ്. നോമിനലായിരുന്നു നമ്മൾ യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ അതൊരു വേരിയബിളാണ്. ഗോഷ്യൻ കർവ് എന്ന് നമ്മൾ പറയാം, ബെൽമൗത്ത് കർവ് എന്നൊക്കെ പറയും. അതേപോലെ മെറ്റീരിയൽ പല വിധത്തിൽ പല സ്ഥലത്ത് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ സ്ട്രെങ്ത് കുറയാനും കൂടാനും സാധിക്കും. അപ്പോൾ കുറഞ്ഞ മെറ്റീരിയൽ സ്ട്രെങ്ത്തും കൂടിയ ലോഡും തമ്മിൽ ഗ്യാപ്പ് കിട്ടണം എന്നുള്ളതാണ് എയ്റോപ്ലെയിൻ്റെ സ്ട്രക്ചറിൻ്റെ പ്രധാനം. മനസ്സിലായില്ലേ? മറ്റെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു നോമിനൽ വാല്യൂ എടുത്തിരുന്നത്. ഇത് നമ്മളുടെ വേരിയബിലിറ്റി കൺസിഡർ ചെയ്യാൻ തുടങ്ങി. എത്ര കൂടിയാലും കുറഞ്ഞാലും നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ -3 സിഗ്മ +3 സിഗ്മ എന്നൊക്കെ പറയും. അപ്പൊ ലോഡ് +3 സിഗ്മയാക്കും, സ്ട്രെങ്ത് -3 സിഗ്മയാക്കും. ഇത് തമ്മിൽ ഒരു ടെയിൽ ഇത് വരാൻ പാടില്ല. അതൊക്കെയാണ്. അപ്പോൾ ആ തരത്തിലുള്ള അപ്രോച്ച് എയർക്രാഫ്റ്റ് സ്ട്രക്ചേഴ്സിൽ ഞാൻ കണ്ടുപിടും. ഈ സ്ട്രക്ചറിന്റെ കൗതുകമേ, ഇപ്പൊ ഈ റൈറ്റ് ബ്രദേഴ്സ് ഉണ്ടാക്കിയ അതിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിമാനങ്ങളുടെ സ്ട്രക്ചറും ഇത് തമ്മിലുള്ള ഒരു എന്താ പറയാ ജൈജാന്റിക് ആയിട്ടുള്ള വ്യത്യാസം. അതിന് ഈ ഇങ്ങനെ മാറി 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 വന്നപ്പോ ഇങ്ങനെ എഴുതിയിൽ ഞാൻ വായിച്ചു, ആ റൈറ്റ് ബ്രദേഴ്സ് ഉണ്ടാക്കിയ ആ സ്ട്രക്ചർ വീണ്ടും അതേപോലെ ഉണ്ടാക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല അല്ലേ? അപ്പോൾ ഈ ഒരു മനുഷ്യന്റെ ഒരു ചിന്തയുടെയും സാങ്കേതിക വിദ്യയുടെയും സയൻസിന്റെയും ഒക്കെ പുരോഗതി ഇതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻസിലേക്കൊക്കെ എത്തിയതിന്റെ ഒരു യാത്ര ഉണ്ടല്ലോ, അതിനെങ്ങനെയാണ്? സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ റൈറ്റ് ബ്രദേഴ്സ് ഉണ്ടാക്കിയ വിമാനത്തിൽ വുഡും ഫാബ്രിക്കും ആണ് ഉപയോഗിച്ചത്. അതിൽ എന്താ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതിരുന്നതെന്ന് വെച്ചാൽ അത് കർവ്, അതിൻ്റെ വളവുകളുണ്ടല്ലോ, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അവരുപയോഗിച്ചിട്ടുള്ള വൈദഗ്ധ്യം, അത് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോഴും അല്ല പറ്റും അല്ല ഒരു അതിൻ്റെ ഒരു സെന്റിനറിൽ ഒരു അതേ സ്ഥലത്ത് ക്രീറ്റിൽ മെഡിറ്ററേനിയനിൽ ഒരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. അത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അല്ല, പക്ഷെ അത് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോ നമ്മൾ വുഡ് അല്ല ഉപയോഗിക്കുന്നത്. ഇന്നിപ്പോ പാസഞ്ചർ വിമാനങ്ങളിലൊക്കെ മെറ്റൽസ് ആണ്. എന്തൊക്കെ മെറ്റലാണ് ഉപയോഗിക്കുക? നമ്മള് അലുമിനിയം ആണ് ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അലുമിനിയം കോപ്പർ അലോയ്, അലുമിനിയം സിങ്ക് അലോയ്. പിന്നെ ഇപ്പോൾ സ്റ്റീല്, ചില സ്ട്രോങ് പാർട്ടുകൾ വേണ്ടത് അല്ലെങ്കിൽ ലോഡ് ട്രാൻസ്ഫറിനൊക്കെ ഉപയോഗിക്കുന്നത് സ്റ്റീൽ തന്നെ പലതും അതിന് അതായത് ഓരോ ലോഹക്കൂട്ടുകൾ ചേർക്കുമ്പോൾ അതിന്റെ സ്ട്രെങ്ത് കൂട്ടുകയാണ്. സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി അയണും കാർബണും കൂടിയതാണ്. അതിന്റെ കൂടെ നമ്മൾ വേറെ പലതും ചേർക്കുമ്പോഴാണ് പലതരത്തിലുള്ള മോളിബ്ഡിനം സ്റ്റീല്, മനസ്സിലായ സിങ്ക് സ്റ്റീൽ, അങ്ങനെയൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെ നമ്മളല്ലേ, അത് ക്രോം മോളിബ്ഡിനം, അങ്ങനെ സ്റ്റീലാവും. പിന്നെ എൻജിൻ എന്ന് പറയുന്ന സാധനം വേറൊരു ഇതാണ്. അതിൻ്റെ ഉള്ളിൽ ടെമ്പറേച്ചറാണ് 2000-3000 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ ആണ് അത് പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഹൈ ടെമ്പറേച്ചർ നൈമോണിക് അലോയ്സ് എന്ന് പറയും. നിക്കൽ ബേസ് അലോയ്സ് ആണ്. സ്റ്റീലിന് അയണിന് പകരം ബേസ് ആയിട്ടുള്ളത് നിക്കലാണ്. നിക്കലും അതിൻ്റെ കൂടെ കുറേ ചേരുവകൾ. അപ്പോൾ ഇപ്പോൾ ഈയിടെയായിട്ട് സിറാമിക്കും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അത് നമ്മൾ കാണുന്ന. പക്ഷെ അതൊക്കെ കുറച്ച് അതിൽ പിന്നെ ചില സാങ്കേതികത എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മളങ്ങനെ കാസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുമായിരുന്നു. ഇപ്പം കാസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഗ്രെയിൻസിനെ ഓറിയൻറ്റ് ചെയ്യാൻ, അതായത് നമുക്ക് ആവശ്യത്തിനുള്ള സ്ട്രക്ചറൽ ഡിസൈനേഴ്സിന് ആവശ്യമുള്ള വിധത്തിലുള്ള ഗ്രെയിൻ ഓറിയൻറ്റേഷൻ കിട്ടാനുള്ള മാർഗങ്ങൾ, അതിന് ഡയറക്ഷനലി സോളിഡിഫൈഡ് എന്ന് പറയും. അതായത് തണുക്കുന്ന സമയത്ത് ഈ ലോഹം ഉരുക്കിയിട്ട് തണുക്കുന്ന സമയത്ത് സ്ലോലി ഒരു ചിൽ പ്ലേറ്റ് വെച്ച് ഇങ്ങനെ വിഡ്രോ ചെയ്യാം. അപ്പോൾ അത് ഇതിൻ്റെ
ഗ്രെയിൻസ് ഒക്കെ ഒരു ഡയറക്ഷനിലാവും. അപ്പോൾ പ്രൈമറി ലോഡ് ഡയറക്ഷൻ ഉണ്ടല്ലോ, നമ്മൾ പല വിധത്തിലുണ്ട് ലോഡുണ്ട്. ഒരു ഡയറക്ഷനിൽ കുറവാണെങ്കിലും മറ്റേ ഡയറക്ഷനിൽ കൂടുതലായിരിക്കും. അതിന് ഡയറക്ഷനലി സോളിഡിഫൈഡ് എന്നാ പറയുന്നത്. ക്രിസ്റ്റൽ മനസ്സിലായി. വേറെ അതിലൊരു അഡ്വാൻസ്മെന്റ് ഉണ്ട്. ദ ഹോൾ തിങ് സിംഗിൾ ക്രിസ്റ്റലാക്കാം. അതായത് മൾട്ടി ക്രിസ്റ്റലിന് പകരം ഒറ്റ ക്രിസ്റ്റലാക്കാം. അപ്പൊ അത് വേറൊരു ടെക്നോളജിയാണ്. അതിന്റെ അടുത്താണ് സെറാമിക്സ്. ഈ സ്ട്രക്ചറിലാണ് ആദ്യം വർക്ക് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബാംഗ്ലൂർ വന്നു. അവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ട് ഞാൻ ബാംഗ്ലൂർ എത്തി. ബാംഗ്ലൂർ HAL വന്നു ആദ്യം. അപ്പോൾ അവിടെ എന്നോട് ഈ DRDOൻ്റെയും ഇതൊക്കെ അവിടെ അവരുടെയും ഓഫീസുകൾ അവിടെ ഉണ്ട്. അപ്പോൾ അതുപോലെ ഒരു ക്വാളിറ്റി അഷ്വറൻസ് ഏജൻസി ഉണ്ടായിരുന്നു. അവരിൽ ഒരാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് പറ്റിയ ജോലി ഇതല്ല, അത്രയൊന്നും തിയററ്റിക്കൽ നോളജ് HAL ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു UPSC അഡ്വർടൈസ്മെൻറ്റിൻ്റെ നമ്പർ എനിക്ക് തന്നു. ഞാനത് നോക്കി അപേക്ഷിച്ചു, എനിക്കത് കിട്ടി. DRDOയിലല്ല, DRDOൻ്റെ ഒരു സിസ്റ്റർ ഇതുണ്ട്, ഡയറക്ടർ ജനറൽ ഓഫ് ക്വാളിറ്റി അഷ്വറൻസ്, എയറോനോട്ടിക്കൽ ക്വാളിറ്റി അഷ്വറൻസ്, DGAQA എന്ന് പറയും. അവർ ക്വാളിറ്റി അഷ്വറൻസ് ആണ് നോക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സാന്നിധ്യം HAL ആവശ്യം എന്ന് പറഞ്ഞാൽ HAL വിമാനങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. അന്നുണ്ടാക്കിയിരുന്ന എല്ലാം മിലിറ്ററി വിമാനങ്ങളാണ്, സിവിൽ വിമാനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. സിവിൽ സിസ്റ്റം കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നോക്കുന്ന ഒരു ഏജൻസി, അതിൻ്റെ ക്വാളിറ്റി അഷ്വറൻസ് ഏജൻസി ആയിരുന്നു DGAQA. ഞാൻ അത് കിട്ടി. ഞാൻ പോയി നാസിക്കിലാണ് ചേർന്നു. മിഗ് എയർക്രാഫ്റ്റുകൾ ഉണ്ടാക്കുന്ന സ്ഥലമാണ് ഓജാർ എന്ന് പറഞ്ഞിട്ട്, നാസിക്കിൽ നിന്ന് ഒരു 17 കിലോമീറ്റർ ദൂരെ. അവിടെ ഞാനൊരു 6-7 കൊല്ലം വർക്ക് ചെയ്തു. അപ്പൊ അങ്ങനെ പിന്നെ ഒരു എല്ലാം ഈ മിഗ് എയർക്രാഫ്റ്റ് ഒരേ സമയം പ്രസിദ്ധവുമാണ് കുപ്രസിദ്ധവുമാണ്. തകർന്നു വീണതിന്റെ പേരിൽ ഒരുപാട് കുപ്രസിദ്ധവുമാണ്. റഷ്യയുമായിട്ടുള്ള ഈ യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണ്? ഇത്തരം സാധ്യതകൾ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്താണ്? കുറച്ചൊക്കെ റഷ്യൻസിന്റെ എഞ്ചിനീയറിംഗിലും വെസ്റ്റേൺ എഞ്ചിനീയറിംഗിലും ഒരുപാട് വ്യത്യാസമുണ്ട്. അവർ അനാവശ്യമായിട്ടുള്ള ഈ ഇതൊക്കെ വെയിറ്റ് ആഡ് ചെയ്യും. ഇപ്പം ഞാൻ പറഞ്ഞ റിലയബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ ലോഡും സ്ട്രെങ്ത്തും തമ്മിലുള്ള വ്യത്യാസം നമ്മളിങ്ങനെ കൂട്ടി വരാം, മനസ്സിലായി? അപ്പം കൂടുതൽ സ്ട്രെങ്ത് ഉള്ളത് ഉപയോഗിക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതൊക്കെ ചെയ്യുമ്പോഴും ഇത് കോസ്റ്റ് കൂടും, മനസ്സിലായി? റഷ്യൻസ് എന്ന് വെച്ചാൽ അവരൊരു കുറേയും കൂടി സിംപ്ലർ അപ്രോച്ചാണ് മറ്റവരെക്കാട്ടിലും. പക്ഷെ അവരുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിസൈൻ വളരെ സ്ട്രോങ് ആണ്. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഈ സിംഗിൾ എഞ്ചിൻ എയർക്രാഫ്റ്റ് ആയിരുന്നു. ഇപ്പം നമ്മൾ പറയുന്നത് മിഗ് 21 പറ്റിയാണ്. മിഗ് 21 സിംഗിൾ എഞ്ചിൻ എയർക്രാഫ്റ്റ് ആയിരുന്നു. ഈ സിംഗിൾ എഞ്ചിൻ എയർക്രാഫ്റ്റിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, മനസ്സിലായി? അതായത് ആ പുസ്തകം നോക്കിയാന്നറിയാം, ആ വിമാനത്തിനെ മുന്നോട്ട് തള്ളുന്ന ത്രസ്റ്റ് കൊടുക്കുന്ന 2 പ്രത്യേക സാധനങ്ങളല്ല, ഒന്ന് മാത്രമേ ഉള്ളൂ, മനസ്സിലായി? ഇപ്പോൾ ഉദാഹരണത്തിന് അങ്ങനത്തെ എയർക്രാഫ്റ്റുകളുണ്ട്. പക്ഷെ അപ്പോൾ അതിൽ കോസ്റ്റ് കൂടുന്ന പല കാര്യങ്ങളും ചെയ്യണം, മനസ്സിലായി? സിംഗിൾ ആവുമ്പോൾ പലതും ചെയ്യണം. അതിൽ റഷ്യൻസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. മുഴുവൻ ഡിസൈൻ ഡാറ്റ നമുക്ക് അവൈലബിൾ അല്ല. പക്ഷെ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഞാൻ അതിൽ വർക്ക് ചെയ്തുകൊണ്ട് പറയാണ്, നമ്മൾ ഓപ്പറേഷണൽ ലിമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു. അല്ല, പലതും ഇപ്പോൾ ഇത്രയും അവരൊരു ലിമിറ്റ് കൊടുത്തിരുന്നെങ്കിൽ നമ്മൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് കൊടുത്തു, അടുത്തേക്ക് പോകാൻ നോക്കി. നമ്മുടെ പൈലറ്റ്സ് അല്ലേ പല ആവശ്യങ്ങളും. പിന്നെ ബേസിക്കലി ഇന്ത്യ ഒരു വാം കൺട്രിയാണ്. എല്ലാ സ്ട്രെങ്ത്തും മെറ്റീരിയൽ സ്ട്രെങ്ത്തും എല്ലാം കുറയും ടെമ്പറേച്ചർ കൂടുമ്പോൾ. അപ്പോൾ ആ ഒരു വ്യത്യാസം അതിൽ കാണാം. പുസ്തകത്തിൽ എഴുതിയ ഇത് റഷ്യയിലെ ടെമ്പറേച്ചർ ആയിരിക്കും, മനസ്സിലായി? ഇപ്പം നമ്മൾ ഇതാകുമ്പോൾ കുറച്ച് ഇപ്പം ഇവിടെ ട്രോപ്പിക്കൽ കൺട്രീസിൽ വയ്ക്കുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചറുകൾ ഇതനുസരിച്ച് അതിൻ്റെ കേപ്പബിലിറ്റി കുറയും, ഇടയ്ക്ക് ഉളപ്പ് പോയിട്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പറന്നു പോകുന്ന ഇവിടുന്ന് ഒരു വേറെ സ്ഥലത്തേക്ക് പറക്കാൻ നോക്കുമ്പോൾ ആ റേഞ്ച് നമുക്ക് കിട്ടില്ല, മനസ്സിലായി? അങ്ങനത്തെ ഈ വിമാനങ്ങൾ പറക്കുമ്പോൾ പക്ഷികൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വരും. ഇതിന് എൻജിൻ എന്ന് പറയുന്നത് എങ്ങനെയാ വെച്ചാൽ വിമാനത്തിനെ മുന്നോട്ട് തള്ളുന്നൊരു സാധനം. അതിലെങ്ങനെയാ വെച്ചാൽ ത്രസ്റ്റ് കൊടുക്കുന്നതാണ്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ പ്രിൻസിപ്പിൾ എങ്ങനെയാ വെച്ചാൽ, മുമ്പ് കൂടിയ വായു ഉള്ളിലേക്ക് എടുക്കും, എന്നിട്ട് കംപ്രസ് ചെയ്യും, എന്നിട്ട് അതിൽ ഇന്ധനം ബേൺ ചെയ്യും, എന്നിട്ട് പുറത്തേക്ക് വിടും. പുറത്ത് കൂടുതൽ ശക്തിയിൽ വിടുമ്പോൾ അതിൻ്റെ റിയാക്ഷൻ മുന്നിലോട്ട് പോകും. അങ്ങനെയാണ്. അപ്പൊ ഇത് ഈ വായു ഉള്ളിലേക്ക് പോകുമ്പോൾ ബേർഡും അതിൻ്റെ ഉള്ളിൽ പോകും. അപ്പൊ ഇതിന്റെ ഉള്ളിലെ ബ്ലേഡൊക്കെ ഡാമേജ്ഡ് ആവും. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഇന്ത്യയിലെ പല എയർപോർട്ടുകളുടെ അടുത്ത് ഈ
കശാപ്പുശാലകളുണ്ട്, മനസ്സിലായി. ഓക്കെ. അതുണ്ടാവുമ്പോൾ എന്താ വെച്ചാൽ അതിന് ചുറ്റും നിറയെ അവശിഷ്ടങ്ങൾ പക്ഷികളുണ്ടാവും. അപ്പം ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പുതുതായിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു വെളുത്ത വര കാണാം. ഇതിലൊക്കെ സിവിൽ എയറോപ്ലെയിനിലൊക്കെ പോയി കഴിഞ്ഞാൽ എഞ്ചിൻ്റെ മുകളിൽ ഒരു വെളുത്ത വര കാണാം. അത് പക്ഷികൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് വലിയൊരു ഈഗിള് പോലെ തോന്നും. അങ്ങനെ ചില മിമിക്രി. പിന്നെ ചില ഇലക്ട്രോണിക് ശബ്ദങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതിനെ ഓടിക്കുക, അങ്ങനത്തെ ചില ഇത് ബേർഡ് സ്ട്രൈക്ക് ഒരു പ്രശ്നം തന്നെയാണ് എഞ്ചിൻ ഇതിൽ. പക്ഷെ അത് മാത്രമല്ല കാരണം എന്ന് ഞാൻ എവിടെയോ വായിച്ചു. അതുകൊണ്ട് മാത്രം അപകടങ്ങൾ സംഭവിക്കില്ല. അതുകൊണ്ട് മാത്രം പറ്റില്ല. പക്ഷെ ബേർഡ് പ്രധാനപ്പെട്ട ഇതിന്റെ ഉള്ളിലെ ബ്ലേഡൊക്കെ നശിച്ചു പോയാൽ പിന്നെ ആ എഞ്ചിൻ പോയത്. പക്ഷെ ഇപ്പൊ 2 എഞ്ചിനും ഒന്നിച്ചു പോവുക അതൊക്കെ അപൂർവമാണ്. അങ്ങനെ ബേർഡ് ഹിറ്റ് നടന്നതിന് ശേഷം പിന്നെയും എന്തെങ്കിലും അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാം. പക്ഷെ എഞ്ചിനിലേക്ക് ഇപ്പൊ ട്വിൻ എഞ്ചിനാണ് ഇത്, 2 എഞ്ചിനും ഒരേ സമയത്ത് ബേർഡ് ഹിറ്റ് വന്നു കഴിഞ്ഞാൽ സംഭവിച്ചിട്ടുണ്ട്. ഹഡ്സണിലുണ്ട്, അതൊന്നും നോക്കിക്കോളാം. നെറ്റ്ഫ്ലിക്സ് ഞാൻ മൂവി പറഞ്ഞില്ലേ. No one has ever trained for an incident like that. അതില് എന്താ ഉണ്ടാവുന്ന വെച്ചാൽ 2 എഞ്ചിനും ഒരേ സമയത്ത് പോയി. ഒന്ന് ആദ്യം പോയി, പിന്നൊന്ന് പോയി. അപ്പൊ അയാൾക്ക് റിവറിൽ ഇറങ്ങേണ്ടി വന്നു. കാരണം ഓൾട്ടർനേറ്റ് എയർപോർട്ടുകളൊക്കെ എത്താൻ സാധ്യതയില്ലാത്ത, അതുകൊണ്ട് അയാൾ ഇറങ്ങി. വലിയൊരു പേര് കേട്ട ഒരു ഇതാണ്. Our job is to investigate how a plane ended up in the Hudson River. On the Hudson. It's not a crash, it was a forced water land. പിന്നെ അതേപോലെ തന്നെ ഈ ബോയിങ്ങിനെ പറ്റി ഞാൻ പറഞ്ഞില്ല. ഇന്ന് ബോയിങ്ങിൽ പല സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. ശരിക്കും ക്വാളിറ്റി അഷുറൻസ് പ്രശ്നങ്ങളുണ്ട്. അതിനെ വിവരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, ഒരു ഡോക്യുഫിക്ഷൻ ഉണ്ട് നെറ്റ്ഫ്ലിക്സിൽ, ഡൗൺഫോൾ. 2 crashes of brand new airplanes within 5 months of each other. That doesn't happen in modern aviation. ലാഭത്തിന് വേണ്ടിയിട്ട് പ്രൊസീജിയേഴ്സൊക്കെ സാക്രിഫൈസ് ചെയ്തു എന്നുള്ളതാണ്. അതിൽ പല വിസിൽ ബ്ലോവേഴ്സ് എന്ന് പറയും അമേരിക്കയിൽ. അതായത് അതിൽ തന്നെ ബോയിങ്ങിൽ തന്നെ ഉള്ള ആൾക്കാർ പുറത്തേക്ക് വിട്ടുള്ള പല സംഗതികളും. അപ്പൊ അവര് പറയുന്നത് എന്താന്ന് വെച്ചാല് ഇവര് ലാഭത്തിന് വേണ്ടിയിട്ട് പല സെക്യൂരിറ്റി സേഫ്റ്റി റിക്വയർമെന്റ്സും സാക്രിഫൈസ് ചെയ്യും. പക്ഷെ അത് വല്ലാതെ സ്ട്രെസ് ചെയ്യണ്ട. കാരണം അത് സ്ട്രെസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നമല്ല. ഇപ്പൊ ബോയിങ് വേണമെങ്കിൽ നമ്മുടെ പേരിൽ കേസ് എടുക്കും. The question was, did Boeing put an unsafe plane in the air? Boeing waged a pretty vigorous public relations campaign. There was a blame game going on. ഇപ്പോൾ ഈ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ചരിത്രത്തിൽ തന്നെ ഒരു ഇതുണ്ട്, മാനില വായിച്ചിട്ടുണ്ടെങ്കിൽ ഓർമ്മയുണ്ടെങ്കിൽ പറയാം. അതായത് ഈ ഒരു ഗ്രീക്ക് മിത്തോളജി ഉണ്ട്. ആ ഗ്രീക്ക് മിത്തോളജിയിൽ എന്താ പറയണതെന്ന് വെച്ചാൽ ഡിയാഡലസ് എന്ന് പറഞ്ഞ ഒരാളെയും അയാളുടെ മകനെയും ഒരു മിനാസ് എന്ന് പറഞ്ഞ ഒരു രാജാവ് ക്രെറ്റ് എന്ന് പറഞ്ഞൊരു ദ്വീപിൽ തടവിലിട്ടു, ഒരു ടവറിലിട്ടു. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റില്ല, കാരണം താഴെയൊക്കെ സോൾജേഴ്സ് ഉണ്ട്. അപ്പോൾ അയാൾ അവിടുന്ന് പക്ഷിയുടെ ചിറക് ഉണ്ടാക്കിയിട്ട് പറന്ന് രക്ഷപ്പെട്ടു, മെഴുകും. അപ്പോൾ അയാൾ അത് ചോദിച്ചു വാങ്ങി പക്ഷിയെ കൊല്ലുന്ന അങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളതാണ്. ഇത് മിത്താണ്. പറക്കുമ്പോൾ മകനോട് പറഞ്ഞു അധികം ഉയർന്നു പറക്കരുത്, മനസ്സിലായി, അധികം താഴുവരുത്. താഴെ പോയാൽ സീയിൽ തട്ടുന്ന കടലിൽ തട്ടും, വെള്ളത്തിൽ തട്ടും. മുകളിൽ പോയാൽ സൂര്യനും മെഴുകു ഉരുകും. മകൻ അത് പറഞ്ഞു കേട്ടില്ല, മകൻ വീണുപോയി. അപ്പോൾ ഇതിൻ്റെ ഒരു പുനരാവർത്തനമാണ് ഇപ്പം ഇന്നും പറ്റുന്നത്. അതായത് മനുഷ്യനായിട്ട് ചില ട്രാൻസ്ഗ്രഷൻസ്, ക്രോസിംഗ് ദ ബൗണ്ടറീസ് സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യില്ല. അതും മിഗിന്റെ ഒരു കാരണമാണ്. ഫ്ലൈയിങ് കോഫിൻ എന്നൊക്കെ പറഞ്ഞ ചീത്ത പേര് കേട്ടിട്ടുള്ള എയർക്രാഫ്റ്റ് ആണ്. അതെ, പക്ഷെ അത് മുഴുവൻ അതുകൊണ്ടാണ്. വിമാനം മോശമായിട്ടല്ല, പക്ഷെ വിമാനത്തിന്റെ കഴിവിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല മുഴുവൻ എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. ഈ നേരത്തെ സിവിൽ എയർക്രാഫ്റ്റുകളും മറ്റേ മിലിറ്ററി എയർക്രാഫ്റ്റുകളും തമ്മിലുള്ള ബേസിക് വ്യത്യാസം എന്താ? റെഗുലേറ്ററി സിസ്റ്റത്തിൽ ധാരാളം വ്യത്യാസമുണ്ട്. അതായത് മിലിറ്ററി സിസ്റ്റത്തിൽ നമ്മൾ ചെയ്യുന്ന കൺട്രോൾസ് അതും സിവിൽ മോർ ഓപ്പൺ ആണ്. ഇപ്പോൾ വേണമെങ്കിൽ മനയിലേക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും, മനസ്സിലായി. ആ ഒരു റെഗുലേറ്ററി സിസ്റ്റം എല്ലാറ്റിലും, ഡിസൈനിലും ഓപ്പറേഷനിലും പൈലറ്റ് ട്രെയിനിങ്ങും എല്ലാറ്റിലും ഉണ്ട്. നേരെ മറിച്ച് മറ്റേതൊരു ക്ലോസ് ബോക്സ് ആണ്, അതിലൊന്നും ചോദ്യം ചെയ്യാൻ പറ്റും. ഇൻ പ്രിൻസിപ്പിൾ സാങ്കേതികമായിട്ടുള്ള പ്രിൻസിപ്പിളൊക്കെ സെയിം ആയിരിക്കും, മനസ്സിലായി. ചില ഫാക്ടേഴ്സ്, ഇപ്പം ഞാൻ ഈ പറഞ്ഞ സേഫ്റ്റി ഫാക്ടേഴ്സ്, അത് അവർ പറയും ഇത്ര കൂട്ടണം ഇത്ര കുറയ്ക്കണം എന്നൊക്കെ, മനസ്സിലായി. അത് മാത്രമേ ബേസിക്കലി ഉള്ളൂ.